കിഫ്ബി കിപ്പി എന്ന് പറഞ്ഞ ആളുകൾ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ്. എന്താണ് കിപ്പി? കേരള ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ബോർഡ് എന്ന് പറഞ്ഞ കിഫ്ബി, KIFB. ശരിക്കും പറഞ്ഞാൽ ഇത് KM എബ്രഹാം എന്ന് പറയുന്ന ഡോക്ടർ KM എബ്രഹാം എന്ന് പറയുന്ന മുൻ ധനകാര്യ വകുപ്പിൻ്റെ സെക്രട്ടറിയും ചീഫ് സെക്രട്ടറിയൊക്കെ ആയിരുന്ന KM എബ്രഹാമിൻ്റെയും പിന്നെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെയും ഒരു ആശയമായിരുന്നു ഈ കിഫ്ബി തുടങ്ങിയത്. എന്തിനാണ് കിഫ്ബി തുടങ്ങിയത്? അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുവാദമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കടം ഓപ്പൺ മാർക്കറ്റിൽ നിന്നൊക്കെ കടം ഒരുപാട് എടുക്കാൻ കഴിയുകയുള്ളൂ. കാരണം സർക്കാരിൻ്റെ തിരിച്ചടയ്ക്കൽ ശേഷി, ഞാൻ വളരെ ലളിതമായി പറയുന്നു, സർക്കാരിൻ്റെ തിരിച്ചടയ്ക്കൽ ശേഷി കൂടി കണക്കാക്കിക്കൊണ്ട് മാത്രമേ ഒരു സർക്കാർ കടമെടുക്കാൻ കേന്ദ്രം അനുവദിക്കാറുള്ളൂ. അല്ലെങ്കിൽ പിന്നെ കടം കൂപ്പുകുത്തും, കേന്ദ്രം സംസ്ഥാനം കൂപ്പുകുത്തും, കടത്തിലേക്ക് പോകും, സമ്പൂർണ്ണ കടത്തിലേക്ക് പോകും. അതുകൊണ്ട് അങ്ങനെ ചില നിയന്ത്രണങ്ങൾ റിസർവ് ബാങ്കും കേന്ദ്ര ഗവൺമെൻറ്റും വച്ചിട്ടുണ്ട്. അതൊരു ഫെഡറൽ സിസ്റ്റത്തിൽ ആവശ്യമാണ്. ഇത് പലപ്പോഴും നമുക്ക് വേവ് ചെയ്ത് തരാറുണ്ട്, ഇളവ് തരാറുണ്ട്, നിങ്ങൾ കൂടുതൽ എടുത്തോളൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതിനപ്പുറം അക്കരെയൊക്കെ വന്നിട്ടും നമ്മൾ 10-50 വർഷം കേരളത്തിൽ ഭരിച്ചിട്ടും ഉൽപ്പാദന മേഖലയെ നമുക്ക് കെട്ടഴിച്ച് വിടാൻ കഴിഞ്ഞില്ല. ഫാക്ടറികൾ വന്നില്ല, കാർഷിക മേഖല പരാജയത്തിലേക്ക് പോയി. അതുപോലെ തന്നെ ഉൽപ്പാദന കാർഷിക മേഖലകളിലൊക്കെ വ്യവസായ കാർഷിക മേഖലകളിലൊക്കെ നമ്മൾ പിറകിലോട്ട് പോയപ്പോൾ രാജ്യത്ത് തമിഴ്നാട് അടക്കമുള്ള സ്റ്റേറ്റുകൾ ഒരുപാട് മുന്നോട്ട് പോയി. നമ്മളിവിടെ തുടങ്ങിയ മാവൂർ ഫാക്ടറി അടക്കമുള്ള ഏത് ഫാക്ടറി എടുത്താലും, ഈവൻ സോപ്പ് ഉണ്ടാക്കുന്ന കേരള സോപ്സ് ആൻഡ് ഓയിൽ ലിമിറ്റഡ് കമ്പനി വരെ ഇന്ത്യയിൽ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നൊരു വസ്തുവാണ് സോപ്പ്. പക്ഷേ അതുപോലും ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. കെൽട്രോൺ തുടങ്ങി നഷ്ടത്തിൽ പോയി. അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിപ്പോൾ ഘടകങ്ങളിപ്പോൾ ഇരുന്ന് ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് സമയം തീരത്തില്ല. അതൊരു വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ എന്തായാലും അങ്ങനെയൊക്കെ വന്നപ്പോൾ നമുക്ക് കടമെടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ട് വന്നു. അങ്ങനെയാണ് കിഫ്ബി തുടങ്ങുന്നത്. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തുടങ്ങിയെങ്കിലും അത് വലിയ സീരിയസ് ആയിട്ടൊന്നും മുമ്പോട്ട് പോയില്ല. അതിനുശേഷം ഡോക്ടർ തോമസ് ഐസക് ധനകാര്യമന്ത്രി ആയിരുന്നപ്പോഴാണ് ഇതിന് കുറച്ച് ജീവൻ വയ്ക്കുകയും കിഫ്ബിയെ മറ്റ് പല രൂപത്തിലേക്ക് മാറ്റുകയും ഈ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ പോയി മണിയടിക്കുകയും വിദേശ രാജ്യങ്ങളിൽ നിന്ന് കടം എടുത്തുകൊണ്ട് വന്ന് 9.5% കടം എടുത്തുകൊണ്ട് വന്ന് എല്ലായിടത്തുനിന്നും കടം വാങ്ങുകയും അത് ട്രഷറി കൊണ്ട് 6.5% പലിശയ്ക്ക് ഇടുകയും ബാക്കി 3% പലിശ എന്ന് പറയുന്നത് അത് കിഫ്ബി തന്നെ അടയ്ക്കുകയും അങ്ങനെ ഒരു കൺഫ്യൂഷനുള്ളൊരു പ്രൊജക്റ്റായി വന്നു. ഇനി ഇതിൻ്റെ തിരിച്ചടവ് എങ്ങനെ എന്നുള്ളൊരു ചോദ്യം വരുന്നപ്പോൾ അത് ഇന്ധന സെസ്, അതായത് പെട്രോളും ഡീസലും വാങ്ങുമ്പോൾ ചെറിയൊരു സെസ് ഏർപ്പെടുത്തിയിരുന്നു. അതുപോലെ മോട്ടോർ വാഹനങ്ങൾക്കും ഒരു സെസ് ഏർപ്പെടുത്തിയിരുന്നു. ഇങ്ങനെ 2 തരത്തിലുള്ള സെസ് ഏർപ്പെടുത്തിയിട്ടാണ് കിഫ്ബിയിൽ പൈസ കണ്ടുപിടിച്ചിരുന്നത്. അതിൻ്റെ വരുമാന പാർട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. മോട്ടോർ നികുതി വകുപ്പിൽ ഒരു വർഷം 17,593 കോടി രൂപ പിരിക്കും. അതുപോലെ ഇന്ധന സെസ്സായിട്ട് 4,299 കോടി രൂപയും പിരിക്കും. കാരണം ആളുകൾ ധാരാളമായി ഇത് ഉണ്ടല്ലോ, ഈ പിന്നെ മോട്ടോർ വാഹനം ഉപയോഗിക്കുന്നവരാണ്, ഇന്ധനം ഉപയോഗിക്കുന്നവരാണ്, പെട്രോളും ഡീസലും. ആകെ 10 വർഷത്തിനകം 22,522 കോടി രൂപ പിരിച്ചെടുക്കാൻ അവർ കഴിഞ്ഞിട്ടുണ്ട്. വർഷം ശരാശരി 2,502 കോടി രൂപ കൊടുക്കും. പക്ഷേ ഇതിൻ്റെ പ്രശ്നം, ഈ പണം നേരിട്ട് എവിടെ പോവുകയാണ് ചെയ്യുന്നത്? കിഫ്ബിയിലേക്ക് കൊടുക്കും. പിന്നെ അവരാണിത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രഷറിയിൽ ഇടണോ മറ്റ് ചെയ്യണോ എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അവരാണ് തീരുമാനിക്കുന്നത്. ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, പൈസ അങ്ങോട്ട് പോകുന്നത് മാത്രമല്ല, അവർ വർക്ക് ഈ ഇൻഫ്രാസ്ട്രക്ചർ വർക്കുകളാണ് കൂടുതൽ ചെയ്യുന്നത്. സ്കൂള്, കോളേജുകൾ, പാലം, റോഡ്, ഇൻഫ്രാസ്ട്രക്ചർ വർക്കാണ് കൂടുതൽ ചെയ്യുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ വർക്കുകളൊന്നും റിട്ടേൺസ് ഉള്ള വർക്കുകളല്ല. ഇതിൽ വേറൊരു വളരെ രസകരമായ കാര്യം, ഇതിൻ്റെ മുഴുവൻ വർക്കും ചെയ്തിരുന്നത്, കൂടുതൽ വർക്കും, മുഴുവൻ എന്ന് പറയാൻ എല്ലാ വർക്കും അങ്ങനെ കൊടുത്തോന്നറിയില്ല, നമുക്ക് അതിൻ്റെ ഒരു ഡേറ്റ ഇല്ല. പക്ഷേ കൂടുതൽ വർക്കും ചെയ്തിരുന്നത് ഊരാളങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ്. ഊരാളങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി 100 വർഷമായതാണ്. അവർ വർക്കെടുത്ത് ചെയ്യുന്നതിനൊന്നും നമുക്കൊരു തർക്കമില്ല. രാജ്യത്ത് ഒരുപാട് വർക്കൊക്കെ അവരെടുത്ത് ചെയ്യുന്നുണ്ട്. അവർ നല്ല ഏജൻസിയാണ്. പക്ഷേ അവർ എസ്റ്റിമേറ്റ് ഉണ്ടാക്കും, അവർ തന്നെ വെറ്റ് ചെയ്യും, അവർ തന്നെ പിന്നെ റേറ്റ് തീരുമാനിക്കും, സർക്കാരിന് കൊടുക്കും. ക്യാബിനറ്റിൻ്റെ ഒരു തീരുമാനമുള്ളത് കൊണ്ട് ഊരാളങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് വർക്ക് കൊടുക്കണമെങ്കിൽ അത് ടെൻഡർ പ്രോസസ്സ് വേണ്ട എന്നുള്ള രീതിയിൽ കൊടുക്കും. അങ്ങനെ ഓൺ ടൈം വർക്ക് കൊടുത്താൽ മനസ്സിലാവും. പക്ഷേ എല്ലാ വർക്കുകളും കൊടുക്കുന്നതിൽ ഒരു അശാസ്ത്രീയത ഉണ്ട് എന്ന് PWDക്ക് ഇതിനകത്ത് ഒരു റോളുമില്ല. അപ്പോൾ ഇങ്ങനെ PWDക്ക് വലിയ റോളില്ലാതെ, നാട്ടിലെ എല്ലാ കരാറുകാർക്കും അവസരം നൽകാതെ ഊരാളങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് മാത്രം കൊടുക്കുന്നു എന്നൊരാക്ഷേപവും ശക്തമായുണ്ട്. ഇതൊരു പാരലൽ എക്കോണമിയായി വളരുന്നു എന്ന് വന്നു. എന്നാൽ കിഫ്ബി നാളെ പ്രതിസന്ധിയിലായാൽ, അവിടെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം, പ്രതിസന്ധിയിലായാൽ കേരള സർക്കാരിന് ലയബിലിറ്റി ഉണ്ട് എന്നൊരു ക്ലോസ് ഉണ്ട്. അപ്പോൾ അവർ സർവതന്ത്ര സ്വതന്ത്രമായി നിൽക്കുന്നു. സർവതന്ത്ര സ്വതന്ത്രമായി നിന്നതിന് ശേഷം ഒരു ഏജൻസി നിൽക്കുന്നു. ഏജൻസി ഉണ്ടാക്കുന്ന നന്മയെല്ലാം ഏജൻസിക്കും അതിൻ്റെ സർക്കാരിനും തിന്മയുണ്ടായാൽ കേരളത്തിൻ്റെ പൊതുഖജനാവിനെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും?
അതുകൊണ്ട് എക്സ്ചക്കറായിട്ടുള്ള കേരളത്തിൻ്റെ പൊതുഖജനാവുമായി ഇത് കൃത്യമായി ബ്ലെൻഡ് ചെയ്യണം. അല്ലെങ്കിൽ അസറ്റ് ഇങ്ങോട്ട് എടുക്കുന്നില്ല, ലയബിലിറ്റി മാത്രം ഇങ്ങോട്ട് കൊടുക്കുന്നത് ശരിയാവില്ല എന്ന് സിയാൻഡേജി നിരവധി തവണ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ നിരവധി തവണ പറഞ്ഞു വെച്ചു. അപ്പോൾ എന്താ സംഭവിക്കുക? സിയാൻഡേജിയുടെ അങ്ങനത്തെ റിപ്പോർട്ടും വന്നു. ഈ പ്രശ്നങ്ങൾ കൂടി വന്നപ്പോൾ വളരെ രസകരമാണ്, കൗതുകകരമാണ് കാര്യങ്ങൾ. കിഫ്ബിയെ ഇങ്ങനെ വന്നു. ഇപ്പോൾ 2-3 കാര്യങ്ങൾ ഈ ബഡ്ജറ്റിൽ വരാൻ സാധ്യതയുണ്ട്. കിഫ്ബിയുടെ CEO ആയിട്ടുള്ള ആൾ രാജിവെച്ചു. അദ്ദേഹത്തിന് ക്യാബിനറ്റ് പദവി വരെ കൊടുത്തു, അദ്ദേഹത്തെ സുഖിപ്പിച്ച് നിർത്തി. അതിന് പകരമായി അദ്ദേഹം കേരള സർക്കാരിൻ്റെ മറ്റാരുണ്ട് ഞാനല്ലാതെ എന്നൊക്കെ, അല്ലെങ്കിൽ LDF അല്ലാതെ ഞാനല്ലാതെ വേറെ ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് പിണറായിയുടെ പരസ്യത്തിന് 20 കോടി രൂപയാണ് കിഫ്ബിയിൽ നിന്ന് കൊടുത്തതെന്നുള്ളത് ആക്ഷേപവും കിടപ്പുണ്ട്. അപ്പോൾ അത് 450 പേരെ കരാർ അടിസ്ഥാനത്തിൽ അവിടെ പോസ്റ്റ് ചെയ്യുകയും അവർ സർവതന്ത്ര സ്വതന്ത്ര സാമ്രാജ്യമായി കിഫ്ബി പോവുകയും ചെയ്തു, ഒരു പാരലൽ എക്കോണമിയായി കിഫ്ബി പോവുകയും ചെയ്തു എന്നൊക്കെയുള്ള ഒരുപാട് ആക്ഷേപങ്ങളുണ്ട്. നമുക്ക് അങ്ങനെ അഭിപ്രായമില്ല, പക്ഷേ ഒരുപാട് ആക്ഷേപമുണ്ട്. അതുകൊണ്ട് തന്നെ കിഫ്ബിക്ക് പൂട്ടിടും. CEO രാജിവെച്ചിട്ടുണ്ട്. റിട്ടയറായ ഒരുപാട് പേര് അതിനകത്തുണ്ട്, അവരെല്ലാം പിരിച്ചുവിടാൻ സാധ്യതയുണ്ട്. ഡെപ്യൂട്ടേഷനിലായിരിക്കും ഇനി കൂടുതൽ ആളുകളും അവിടെ ഉണ്ടാവുക. അത് ധനകാര്യ വകുപ്പിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലേക്ക് മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. വർക്ക് കൊടുക്കുന്നതിന് ഊരാളങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ പോലെ തന്നെ മറ്റ് ഏജൻസികൾക്കും കരാറുകാർക്കും കോൺട്രാക്ടർമാർക്കും അവസരം കിട്ടാൻ സാധ്യതയുണ്ട്. PWD വകുപ്പിന് അതിന് വലിയ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ കംപ്ലീറ്റ് അടിമുടി കിഫ്ബിയെ ഒട്ടച്ചു വാർക്കും. കിഫ്ബി തുടരും എന്ന് തന്നെയാണ് തോന്നുന്നത്. പക്ഷേ അടിമുടി കൃത്യമായി അതിൻ്റെ സ്വതന്ത്ര അധികാരത്തിന് പൂട്ടിടും. LDFൻ്റെ ആ തരത്തിലുള്ള നിയമപരിപാടിക്ക് കൃത്യമായി പൂട്ടിട്ടുകൊണ്ട് വളരെ കൃത്യമായത് ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയാക്കി മാറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ട് എക്സ്ചക്കറായിട്ടുള്ള ഖജനാവിന് അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിൻ്റെ ധനകാര്യ വകുപ്പിന് ഒരു ബാധ്യത കറക്റ്റായിട്ട് പറയുന്ന സിയാൻഡേജി പറയുന്ന ബാധ്യത കറക്റ്റായിരിക്കുകയും ചെയ്യും. അങ്ങനെ അതുപോലെ അതിൻ്റെ CEO ആയിട്ട് പ്രധാനപ്പെട്ട ആരെങ്കിലും ഡോക്ടർ ബി അശോകനെ പോലെയുള്ള പ്രധാനപ്പെട്ട ആരെങ്കിലും വരാനും സാധ്യതയുണ്ട്. നാളെ ബഡ്ജറ്റ് കഴിയുമ്പോൾ നമുക്കിതെല്ലാം അറിയാൻ പറ്റും. വിസ്മയമായ ബഡ്ജറ്റിൽ കിഫ്ബി ജയിലിൽ.